ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് മന്തിയാണ്. മന്തികളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് ബീഫ് മന്തി. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ ബേ ലീഫാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 3 ഏലക്കായ, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബീഫ് ഉണ്ടെങ്കിൽ അതൊരു 2 പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കാം. അറബിക് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫാണല്ലോ, അപ്പോൾ കുറച്ച് എരിവുണ്ടാവണം. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, പെരിഞ്ജീരകം 2 കൂടിയിട്ട് ഹാഫ് ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും, കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. നല്ല പോലെ നമ്മുടെ ഈ മസാല ഒക്കെ ബീഫിൽ അങ്ങോട്ട് ചേർന്ന് കിട്ടണം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കത് വേവിക്കാം. ബീഫിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങിയിട്ട് വരും. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് സെല്ല റൈസ് വെച്ചിട്ടാണ്. മന്തിക്ക് ഏറ്റവും നല്ല അരി എന്ന് പറയുന്നത് സെല്ല റൈസാണ്. അപ്പോൾ സെല്ല റൈസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുതിർത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഊറ്റിയിട്ടാണ് വെക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചിട്ട് അത് അങ്ങോട്ട് ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വറ്റിച്ചിട്ടല്ല വെക്കുന്നത്, ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 ഏലക്കായ, 4 ഗ്രാമ്പൂ, 2 പട്ട, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസ്, പിന്നെ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്ക നാരങ്ങയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാറാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ചേർക്കരുത്, ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരി ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്ന് വാർത്തിട്ട് അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലെ ബീഫ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതൊന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേതും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, കാരണം ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ അരി ഒരു 95% ആയിട്ടുണ്ട്. നമുക്കിത് വാർത്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ബീഫ് നല്ല സ്മോക്കായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണില്ല, നമുക്ക് കഴിച്ചാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അത് വാർത്തിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചോറിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ചെറിയ ദമ്മിലിടുമ്പോൾ അതൊക്കെ വറ്റിപ്പോവും. അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് പകുതി ഒഴിക്കണുള്ളൂ, ഫുള്ളായിട്ട് ഒഴിക്കരുത്. പകുതി നമ്മൾ അടുത്ത ലെയർ ചോറിടുമ്പോൾ അതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഒരുപാട് വെള്ളമാവോ, ചോറ് നല്ല വെന്ത് പോകുമോ എന്നൊക്കെ. ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് ഈ വെള്ളവും ചോറൊക്കെ കറക്റ്റ് പാകമായിട്ട് തന്നെ വരും. നമ്മളൊരു 10 മിനിറ്റോളം ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതും കിട്ടും. നമ്മൾ അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കളറ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ കളർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കളർ കുപ്പിയിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കാണാനൊരു ഭംഗിക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ സെക്കൻഡ് ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മേലെ ബീഫിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഓരോ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബീഫ് വയ്ക്കുമ്പോൾ തന്നെ ബീഫ് ചെറിയ പീസാക്കണം. നമ്മളിത് മന്തിക്ക് വെച്ചിട്ട് വാങ്ങിയതല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ പീസായി പോയത്. അപ്പോൾ കുറച്ച് വലിയ പീസാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ.
അപ്പോൾ എല്ലാതും അതിലിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്മോക്ക് ചെയ്യാൻ പോവാണ്. നന്നായിട്ടൊന്ന് അതിൻ്റെ നമുക്കറിയാമല്ലോ മന്തിയുടെ ടേസ്റ്റ് തന്നെ ഈ ഒരു സ്മോക്കിങ്ങിലാണ്. കനൽ വെച്ചിട്ട് വേവിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ചാർക്കോളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചാർക്കോൾ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചിട്ട് നമുക്കതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ചെറിയൊരു ഭാഗം മാറ്റി വെച്ച് അതിൽ ചെറിയൊരു സോസർ വെച്ചിട്ട് ചാർക്കോൾ ടപ്പം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ചെറിയ സിമ്മിലിട്ടുണ്ട് വെന്ത് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന ഔട്ട്പുട്ട്. മന്തി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ പീസസും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഓരോ പീസും അത്രയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കറിയാം അരിയൊക്കെ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് രാത്രി ഷൂട്ട് ചെയ്തത് കാരണം നല്ല ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കോമ്പിനേഷനായിട്ടുള്ള തൂമാണ്, ഗാർലിക് സോസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബീഫ് മന്തി തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ബീഫ് കഴിക്കാത്തവർക്കാണ് കേട്ടോ ബട്ടർ നാനും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊന്നും ബീഫ് കഴിക്കില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ടർ നാനും ചിക്കനും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം അത്രയും ടേസ്റ്റിയാണ്. എന്താണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.